പ്രവാസികളുടെ ശ്രദ്ധയ്ക്ക് കുവൈറ്റിൽ താമസരേഖകളില്ലാത്ത വിദേശികൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണമെന്ന് വ്യക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താമസരേഖകളില്ലാത്ത വിദേശികളെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയം. ഇങ്ങനെ എത്തുന്നവരെ മറ്റു നടപടികൾ കൂടാതെ സ്പോൺസറുടെ ചിലവിൽ നാട്ടിലേക്ക് അയക്കുമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. താമസ നിയമലംഘകരെ കണ്ടെത്തുന്നതിനായുള്ള പരിശോധന തുടരുന്നതിനിടെയാണ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്ന പൊതുസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ ഫറാജ് അൽ സൗബി താമസരേഖകൾ ഇല്ലാത്ത വിദേശികൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അഭ്യർത്ഥിച്ചത്. അതേസമയം ഇത് പൊതുമാപ്പായി കാണാൻ സാധിക്കില്ല. പുതിയ വിസയിൽ കുവൈറ്റിലേക്ക് തിരിച്ചു വരുന്നതിന് തടസ്സമില്ലാത്ത വിധം നേരത്തെ നിരവധി തവണ പൊതുമാപ്പ് ഉൾപ്പെടെ ഇളവുകൾ നൽകിയിട്ടും പ്രയോജനപ്പെടുത്താത്തവരെ നാടുകടത്തുമെന്ന തീരുമാനത്തിലാണ് അധികൃതർ. തടവ് ശിക്ഷയും മറ്റും ഇല്ലാതെ തന്നെ സ്വന്തം നാട്ടിലേക്ക് അയക്കുമെന്നാണ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിയുടെ അഭ്യർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. താമസരേഖകൾ ഇല്ലാത്ത വിദേശികളെ മുഴുവൻ തിരഞ്ഞുപിടിച്ച് രാജ്യത്ത് നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ആഴ്ച മുതൽ ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക സുരക്ഷാ ക്യാമ്പയിന് തുടക്കമിട്ടിട്ടുണ്ട്. ഇതുവരെ 500-ലേറെ വിദേശികളെ വിവിധ ഗവർണറേറ്റുകളിൽ നിന്നായി പോലീസ് പിടികൂടിയിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം ഷുവൈക്ക് വ്യവസായ മേഖലയിൽ നടന്ന റെയ്ഡിൽ 28 പേരാണ് പിടിയിലായത്. സമാന്തരമായി ട്രാഫിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ 3 വാഹനങ്ങളും പിടിച്ചെടുത്തു. കൊറിയൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ 80 പേരാണ് പിടിയിലായത്. 1.5 ലക്ഷത്തോളം വിദേശികൾ താമസരേഖയില്ലാതെ കഴിയുന്നുണ്ടെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.